വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറുമുറ സ്നാക്കാണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ ഇതുപോലുള്ളൊരു കറുമുറ സ്നാക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വളരെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയ 2 ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിടാനുള്ള കാരണം ഇതിൻ്റെ കളറൊന്ന് പോകാതിരിക്കാനും പിന്നെ ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ്, കപ്പ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കട്ട് ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. കട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വിഷാംശം ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ നനവൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് മസാല പുരട്ടിയെടുക്കുന്നത്. നമുക്കിതൊന്ന് ഇതിൽ നനവൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല പൗഡറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി നീളത്തിൽ മുറിച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ഊറ്റിയെടുത്ത് നനവൊക്കെ പോയിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് ഇതിലുള്ള ആ ഉരുളക്കിഴങ്ങിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇത് കുറച്ചൊന്ന് നനവ് വരും. ഇപ്പോൾ നോക്കുമ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. എണ്ണ ചൂടായി വന്ന സമയമായപ്പോഴേക്കും ഇത് ഒന്ന് നനവൊക്കെ ആയിട്ട് ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ അത് ആകെ ഒട്ടിപ്പിടിക്കും. കുഴപ്പമൊന്നുമില്ല. ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ചൂട് പോയി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഒന്നുകൂടെ നല്ലത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കരിയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. അത്രത്തോളം ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ തണുത്ത് പോകും. പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോഴും വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല കറുമുറ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പലരും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വളരെ സിമ്പിളായിട്ടത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്